ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ലച്ച് വ്ളോഗ്സ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഓണക്കാലം വരവായി അല്ലേ? ഓണപ്പാട്ടുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പൂവിളി പൂവിളി പൊന്നോണമായി. തമ്പി സാറിൻ്റെ വീഡിയോ ഞാൻ കുറച്ച് മുന്നേ ചെയ്തിട്ടുണ്ട്. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള പൂവേ 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 ഓമൽ പൂവേ പൂവേ തിരുമേനി എഴുന്നള്ളും സമയമായി. ഹൃദയങ്ങൾ വേണം, പൂപ്പട വേണം, പൂവിളി വേണം, പൊന്നാരം അത്തപ്പൂവും നുള്ളി തൃത്താപ്പൂവും നുള്ളി തന്നാനം പാടി പൊന്നു കൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ് അല്ലേ. അത് കുറച്ച് ഫാസ്റ്റ് നമ്പറാണ്. റംസാനും പിന്നെ കുറേ നടന്മാരൊക്കെ ഡാൻസ് ഐറ്റമായിട്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ലച്ച് വ്ളോഗ്സ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഓണക്കാലം വരവായി അല്ലേ? അപ്പോൾ അടുത്ത ചൊവ്വാഴ്ച എങ്ങാണ്ട് തോന്നുന്നു അത്തം തുടങ്ങുന്നത്. എല്ലാവർക്കും സന്തോഷമുള്ള കുറച്ച് ദിവസങ്ങളാണ്. സ്കൂൾ പൂട്ടും ഓണപരീക്ഷ കഴിഞ്ഞ് മക്കൾക്ക് സ്കൂൾ പൂട്ടും കുറച്ച് ദിവസം വെക്കേഷനാണ്, ഓണം മൂടാണ്. അപ്പോൾ എന്തായാലും അതുകൊണ്ട് തന്നെ ഞാനിന്ന് കുറച്ച് മലയാളികൾ ഇഷ്ടപ്പെടുന്ന കുറച്ച് മലയാളം ഓണപ്പാട്ടുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ മലയാളികൾക്ക് പരിചിതമായിട്ടുള്ള കുറച്ച് ഓണപ്പാട്ടുകളാണ് എല്ലാവരും പാടിക്കൊണ്ട് നടക്കുന്ന. അപ്പോൾ വീഡിയോയിലേക്ക് ആദ്യം തന്നെ ഒത്തിരി പഴയ സോങ്ങാണ്. 1977 പുറത്തിറങ്ങിയ വിഷുക്കണി എന്ന സിനിമയിലെ ഒരു സോങ്. ഇത് എന്താ പറയുക, മ്യൂസിക് ചെയ്തിരിക്കുന്നത് സലീൽ ചൗധരിയും പിന്നെ ലിറിക്സ് ചെയ്തിരിക്കുന്നത് ശ്രീകുമാരൻ തമ്പി സാറുമാണ്. ദാസേട്ടനാണ് ഈ പാട്ട് ആലപിച്ചിരിക്കുന്നത്. കോറസൊക്കെ ഉള്ള ഒരു സോങ്ങാണ്. അപ്പോൾ ആ പാട്ട് പാടിയേക്കാം. പൂ കൊണ്ടു മൂടും പൊന്നും ചിങ്ങത്തിൽ പുല്ലാങ്കുഴൽ കാറ്റത്താടും ചെമ്പാവിൻ പാടം. പൂ കൊണ്ടു മൂടും പൊന്നും ചിങ്ങത്തിൽ പുല്ലാങ്കുഴൽ കാറ്റത്താടും ചെമ്പാവിൻ പാടം. ഇന്നേ കൊയ്യാം നാളെ ചെന്നാലത്തം ചിത്തിരച്ചോതി. ഇന്നേ കൊയ്യാം നാളെ ചെന്നാൽ അത്തം ചിത്തിരച്ചോതി. പൂവിളി പൂവിളി പൊന്നോണമായി. നീ വരൂ പൊന്നോണത്തുമ്പി. ഈ പൂവിളിയിൽ മോഹം കണ്ണിൻ മുത്തായി മാറ്റും പൂവയലിൽ. നീ വരൂ ഭാഗം വാങ്ങാൻ. പൂവിളി പൂവിളി പൊന്നോണമായി. നീ വരൂ പൊന്നോണത്തുമ്പി. ഇതെന്താ പറയുക, ഭയങ്കര ഐശ്വര്യം തുളുമ്പുന്ന വരികൾ എന്നൊക്കെ പറയാം. ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ വീഡിയോ ഞാൻ കുറച്ച് മുന്നേ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വരികളുടെ പ്രത്യേകതയും പിന്നെ അടുക്കും ചിട്ടിയോടുകൂടിയുള്ള ആ ഒരു ശൈലിയൊക്കെ ഞാൻ മുന്നേ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയാൽ അറിയാം. അപ്പോൾ നല്ല ഐശ്വര്യം തുളുമ്പുന്ന വരികളാണ്. ആ പാട്ടിൽ തന്നെ നല്ലൊരു സീനറിയാണ്. നസീർ സാറും പിന്നെ ശാരദാമ്മയാണെന്ന് ഞാൻ അറിയില്ല ആരാ അഭിനയിച്ചതൊപ്പം. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഈ പാട്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി വേറൊരു പാട്ട്, അത് കുറച്ച് പുതിയ സിനിമയാണ്. അത് ജേക്കബിൻ്റെ സ്വർഗരാജ്യം എന്നുള്ള നിവിൻ പോളിയൊക്കെ അഭിനയിച്ച ആ സിനിമയിലെ തിരുവാവണിരാവ് ആ പാട്ടാണ്. അത് ലിറിക്സ് ചെയ്തിരിക്കുന്നത് മനു മഞ്ജിത്ത്, പിന്നെ മ്യൂസിക് ഷാൻ റഹ്മാനാണ്. നമ്മുടെ സൂപ്പർ സ്റ്റാർ ജൂനിയറിലൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആ മത്സരത്തിൽ റിയാലിറ്റി ഷോയിൽ ജഡ്ജസായി വന്നിട്ടുള്ള എല്ലാവർക്കും അറിയായിരിക്കും ഷാൻ റഹ്മാൻ. പിന്നെ പാടിയിരിക്കുന്നത് ഉണ്ണിമേനോൻ സാറും പിന്നെ സിത്താര മാഡമാണ്. അപ്പോൾ ആ പാട്ട് നല്ലൊരു ഒഴുക്കുള്ളൊരു പാട്ടാണ്. അപ്പോൾ ഏതായാലും പല്ലവി മാത്രം ഞാനൊന്ന് പരിചയപ്പെടുത്താം. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കിളിയേ മാവേലി തമ്പ്രാ
പൊലി പൂവേ പൊലി പൂവേ 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 പൊലി പൂവേ പൂവേ. അപ്പോൾ ഈ പാട്ട് ഞാൻ മോൾക്കൊക്കെ സ്കൂളിന് ഓണപരിപാടിക്ക് വേണ്ടിയിട്ടൊക്കെ കൊറിയോഗ്രാഫ് ചെയ്ത് കൊടുത്തിരുന്നു. അപ്പോൾ ആ ഒരു ഓർമ്മ അങ്ങനെ വന്നു. ഇനി ഈ ഗാനം മറക്കുമോ എന്നുള്ള കുറച്ച് പഴയ സോങ്ങാണ് അത്. പിന്നെ എൻ ശങ്കരൻ നായർ ഡയറക്റ്റ് ചെയ്തൊരു സിനിമയായിരുന്നു. അതിൽ സലിൽ ചൗധരി മ്യൂസിക് ചെയ്ത് ONV സാറ് വരികൾ എഴുതിയ ഒരു പാട്ടുണ്ട്, ദാസേട്ടൻ പാടിയ. ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ 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 നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ ഇതാ ഇതാ. ഇതിൽ നസീർ സാറാണ് അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതും എല്ലാ മലയാളികളുടെയും ചുണ്ടിൽ എപ്പോഴും വരുന്ന പരിചിതമായിട്ടുള്ളൊരു പാട്ടാണ്. തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി. ഈ പാട്ട് 1975 പുറത്തിറങ്ങിയ തിരുവോണം എന്നുള്ള സിനിമയിലെ പാട്ടാണ്. അത് മ്യൂസിക് ചെയ്തിരിക്കുന്നത് അർജുനൻ മാസ്റ്ററും പിന്നെ ലിറിക്സ് ചെയ്തിരിക്കുന്നത് ശ്രീകുമാരൻ തമ്പി സാറുമാണ്. ഈ പാട്ട് കോമ്പറ്റീഷൻസിനൊക്കെ എല്ലാവരും ഓണപരിപാടികൾക്കൊക്കെ കോമ്പറ്റീഷൻസ് ഉണ്ടാവുമല്ലോ, അതിനൊക്കെ തിരഞ്ഞെടുക്കുന്ന ഒരു പാട്ടാണ്. ഇനി ഒരു മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങുവട്ടം എന്നുള്ള വേറൊരു സിനിമ ഉണ്ട്. അത് 87 പുറത്തിറങ്ങിയിരിക്കുന്നത്. അതിലൊരു പൂ വേണം പൂപ്പട വേണം പൂവിളി വേണം പുന്നാരം ചാത്തിയ കന്നി പൂമകൾ വേണം പൂ വേണം പൂപ്പട വേണം പൂവിളി വേണം പുന്നാരം ചാത്തിയ കന്നി പൂമകൾ വേണം. അതിലും ഒരു ഓണപ്പാട്ടാണ്. പിന്നെ വേറൊരു പാട്ടുണ്ട്, എന്താ ONV സാറ് രചന നിർവഹിച്ച് ജെറി അമൽദേവ് മ്യൂസിക് ചെയ്തിട്ടുള്ള ഒരു പാട്ടുണ്ട്. അത് പാട്ട് ഏത് ഫിലിമിലേന്ന് എനിക്ക് ഓർമ്മയില്ല. റഹ്മാനും പിന്നെ കവനേച്ച ഒരു പാട്ട് ആണ്. അത്തപ്പൂവും നുള്ളി തൃത്താപ്പൂവും നുള്ളി തന്നാനം പാടി പൊന്നുഞ്ഞാലിലാടി തെന്നലേ വാ എന്നൊരു പാട്ട്. അത് നല്ലൊരു കുറച്ച് ഫാസ്റ്റ് നമ്പറായിട്ടുള്ള ഒരു പാട്ടാണ്. പിന്നെ ഇതൊക്കെയാണ് ഞാൻ കുറച്ച് സെലക്ട് ചെയ്ത പാട്ട്. പിന്നെ വേറൊരു ബോംബെ മാർച്ച് എന്നുള്ള സിനിമയിൽ കുറച്ച് നല്ല പഴയതുമല്ല കുറച്ച് പുതിയതുമല്ല എന്നുള്ള പാട്ട്. ഓണവെയിൽ ഓളങ്ങളിൽ താലിക്കെട്ടും നേരം മറിമാൻ കിടാവേ നീ അകലെ മാറി നിൽക്കാനെന്തേ നേരം പോയിൻ്റെ ദേവരേ നേരം പോയിൻ്റെ ദേവരേ അതൊരു പാട്ടുണ്ട്. അന്ന് ഞാനൊക്കെ പ്രോഗ്രാംസിനൊക്കെ പങ്കെടുക്കുന്ന കാലത്ത് സ്റ്റേജ് പെർഫോമൻസ് ആക്കിയെടുത്തായിരുന്നു. പിന്നെ ഇപ്പോൾ ഒരു ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഓണം മൂഡ് എന്നുള്ള പാട്ട് എല്ലാവരുടെയും വായിലിപ്പോൾ ആ പാട്ട്. എൻ്റെ മോളൊക്കെ എപ്പോഴും പാടി ഏത് മൂഡ് അപ്പോൾ അവിടെ മൂഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പിന്നെ ഓണം മൂഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പാട്ടുണ്ട്. അതും ഇപ്പോൾ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ് അല്ലേ. അത് കുറച്ച് ഫാസ്റ്റ് നമ്പറാണ്. റംസാനും പിന്നെ കുറേ നടന്മാരൊക്കെ ഡാൻസ് ഐറ്റമായിട്ട് എടുക്കുന്നൊരു ഓണപ്പാട്ട്. അപ്പോൾ ഏതായാലും ഈ പാട്ടുകൾ ഞാൻ മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു പിടി മലയാളം പാട്ടുകൾ കൂടുതൽ പഴയതാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പഴയ പാട്ടുകളിലാണ് കുറച്ച് ജീവനുള്ള പാട്ടുകൾ. ഇപ്പോൾ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, ഉണ്ട്. അപ്പോൾ ഏതായാലും എല്ലാവരും ഇഷ്ടപ്പെടുന്ന കുറച്ച് പാട്ടുകളായിരുന്നു. ഇനി എന്താ പറയുക, എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം. ഓണത്തിൻ്റെ സ്പെഷ്യൽ വീഡിയോസൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഈ പാട്ടുകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ആ വീഡിയോസ് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്താൽ മതി. ഒരുപാട് പാട്ടുകളുണ്ടായിൽ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ പാട്ടുകളൊക്കെ കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഏതായാലും വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ടാറ്റ.